ഇതുകൊണ്ടാണ് എല്ലാ കമ്പനീസും ഒരു ജോബ് ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ട്രെയിൻഡ് ആണെങ്കിൽ അവർക്ക് വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഏതാണ്ട് 3000-ൽ കൂടുതൽ കുട്ടികൾക്ക് നമ്മൾ ഈ പ്രോഗ്രാം ഡെലിവർ ചെയ്തു. അതിൽ IIM കോഴിക്കോട്, NIT കാലിക്കറ്റ്, IIT മദ്രാസ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പിന്നെ നമ്മളുടെ Tier 1 ഓർഗനൈസേഷൻസ് ലൈക്ക് വോൾവോ, ഇതുപോലെ സ്ഥലങ്ങളിലാണ് നമ്മളിത് ഡെലിവർ ചെയ്തു. അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എൻക്വയറീസ് വരുമ്പോൾ നമ്മളതിന് ലീഡെന്ന് വിളിക്കും. ഇനി ഒത്തിരി ലീഡ് വരുമ്പോൾ ഈ ലീഡ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിനേക്കാളും ഹെവിയാവും. അപ്പോൾ അവിടെ ലീഡ് ഹാൻഡിൽ ചെയ്യുമ്പം അത് സീരിയസ് ആയിട്ടുള്ള എൻക്വയറീസ് ഏതൊക്കെയാണ്, അതേസമയം കാഷ്വൽ ആയിട്ടുള്ള എൻക്വയറീസ് ഏതൊക്കെയാണ്, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാരക്ടർ എന്ന് പറയുമ്പം ഇന്ന് ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർ പറയുന്ന ജോബ് മാത്രം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെ അല്ല, പകരം ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു വാല്യൂ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റുള്ള ആളുടെ മാത്രമാണ് ഇന്ന് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. ട്രെൻഡിനൊപ്പം നിൽക്കുക എന്നുള്ള റീസണിലാണ് നമ്മൾ ഓഡോ ERPയിലോട്ട് വന്നത്. അപ്പം ഞങ്ങൾ ഓഡോ ERPയെ കുറിച്ച് സ്റ്റഡി ചെയ്തതും ഓഡോ ERP ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. കാരണം ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് അതിൽ കസ്റ്റമൈസ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും പറ്റുന്നൊരു ERP. നിങ്ങളൊരു ഫ്രഷറാണ്, പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുകയാണ്. എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം. ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരണം. ഇത് എവിടുന്ന് കിട്ടും? ഇത് കിട്ടിയാലല്ലേ എക്സ്പീരിയൻസ് കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ടെൻഷനിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങളുടെ ടെൻഷനൊക്കെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാറും. കാരണം അതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് IT ആൻഡ് ബിസിനസ്സിൽ ഏകദേശം 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബ്ലൂസി ഗ്ലോബൽ IT ഓർഗനൈസേഷൻ്റെ CEO ആയിട്ടുള്ള മുകുന്ദകുമാർ സാറാണ്. നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ ബ്ലൂസി എന്ന് പറയുന്ന കമ്പനി എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സാർ എന്ന് പറയും. ബ്ലൂസി ഒരു IT സർവീസസ് കമ്പനിയാണ്. നമ്മൾ പ്രൈമറിലി ഓഫർ ചെയ്യുന്നത് ഓഡോ ERP സർവീസസ് ആണ്. ഓഡോ ERP കൂടാതെ SAP ERP സർവീസസ് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സൈബർ സെക്യൂരിറ്റി, ബിസിനസ് അഡ്വൈസറി സർവീസസ്, ഈ 3 കാര്യങ്ങളാണ് പ്രൈമറിലി നമ്മൾ മാർക്കറ്റിലൂടെ ഡെലിവർ ചെയ്യുന്നത്. ബ്ലൂസി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ദുബായ് ഹെഡ് ക്വാർട്ടേഡ് ആണ്. പ്ലസ് നമ്മളുടെ പ്രസൻസ് സൗദി, ലണ്ടൻ, പോർച്ചുഗൽ, നമ്മളുടെ ഒരു ഓഫ് ഷോർ ഡെലിവറി സെൻറ്റർ നമുക്ക് ഇന്ത്യയിൽ കൊച്ചിയിലുണ്ട്. ഇതാണ് ബ്ലൂസിയുടെ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ പ്രസൻസ്. ഓക്കെ സാർ, ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ ഇപ്പോൾ ഏറ്റവും നേരിടുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ഇവർ തുടക്കത്തിൽ തന്നെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ സാറ് പറയുന്നുണ്ട് ബ്ലൂസി വഴി അതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് സാറ് പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? ഓക്കെ, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരു ഫ്രഷർ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം ആ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതെല്ലാം ആൻസേർഡ് ആവും. അപ്പം ഉദാഹരണത്തിന് ഐശ്വര്യക്ക് നാളെ ഒരു ഡ്രൈവർ ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഒരു ലേണേഴ്സ് ലൈസൻസ് എടുത്തൊരാളാണ് ഡ്രൈവിങ്ങിൻ്റെ. ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത് ഞാൻ റോഡിലെ നിയമങ്ങളും ട്രാഫിക് സിഗ്നലും ഇതെല്ലാം കണ്ടിട്ട് അത് പഠിച്ച് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടണമാണ് ലേണേഴ്സ് ലൈസൻസ്. ഈ ലേണേഴ്സ് ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഐശ്വര്യ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഐശ്വര്യ എനിക്ക് കാറിന് ചാവി തരുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും ഇല്ല. ഇനി ഞാൻ ആളുകളില്ലാത്ത ഒരു പ്രൈവറ്റ് റോഡിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഞാൻ വാഹനം നിയന്ത്രിക്കാൻ പഠിച്ചു. എനിക്ക് ആ സ്കില്ല് കിട്ടി. ഞാൻ പറയുവാണ് എനിക്ക് വാഹനം നിയന്ത്രിക്കാൻ അറിയാം, ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം എന്ന് പറഞ്ഞാൽ ചാവി തരുമോ? ഇല്ല. അപ്പം ഞാൻ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറുടെ കൂടെ അയാളുടെ ഡ്രൈവറായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഞാൻ അദ്ദേഹത്തിന് വാഹനത്തിൻ്റെ കൺട്രോൾസ് മാനേജ് ചെയ്യാനും ആളില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാനും ഇനി ആളില്ലാത്ത റോഡുകളിൽ അല്പദൂരം വണ്ടി ഓടിക്കാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ നേരിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് റോഡിലൂടെ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചിട്ടില്ല. ഇത് വെച്ച് ഞാൻ ഐശ്വര്യയുടെ ഡ്രൈവർ ആവാൻ വന്നു കഴിഞ്ഞാൽ ഐശ്വര്യ എനിക്ക് വണ്ടിയുടെ ചാവി തരുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇനി ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ എൻ്റെ സൈഡിലിരുന്നിട്ട് ഞാൻ റോഡിലെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുവാണ്, വാഹനം ഓടിക്കുവാണ്. ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ വാഹനം ഓടിക്കുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം സിറ്റിയിലും ഹൈവേയിലും എല്ലാം വാഹനം ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഞാനാണെങ്കിൽ
ഞാൻ ഐശ്വര്യ എടുത്ത് പറയണം, എനിക്ക് 6 മാസം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ഇനി എനിക്ക് ഐശ്വര്യയുടെ ഡ്രൈവർ ആവാൻ പറ്റും എന്ന് പറഞ്ഞ് ചാവി തരുമോ? യെസ്. ഇനി നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ലേണേഴ്സ് ലൈസൻസ് എടുത്തില്ലേ, അത് ട്രെയിനിങ്ങിന് ഇക്വലൻ്റ് ആണ്. ചില ട്രെയിനിങ് സെൻറ്റേഴ്സ് പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാറില്ലേ, അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുമ്പം അവർ ആ സ്കില്ലാണ് ബിൽഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആളൊഴിഞ്ഞ ഒരു വഴിയിലോ അല്ലെങ്കിൽ മൈതാനത്തോ നമ്മൾ വാഹനം ഓടിച്ച് വാഹനം നിയന്ത്രിക്കാൻ പഠിക്കുന്നില്ലേ, അതിന് ഇക്വലൻ്റ് ആണ് ഒരു ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്. പക്ഷേ ആ പഠിച്ച പ്രോഗ്രാമിംഗ് വെച്ചുകൊണ്ട് ഒരു കസ്റ്റമറിൻ്റെ ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കായിട്ടില്ല. നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ അറിയാം, പക്ഷേ ആ പ്രോഗ്രാമിനെ എങ്ങനെ റിയൽ കസ്റ്റമർ സിനാരിയോയിൽ യൂസ് ചെയ്യാം എന്നുള്ളത് ആ എക്സ്പീരിയൻസിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് സ്കില്ലുണ്ട്. അപ്പോൾ സ്കിൽ എക്സ്പീരിയൻസ് അല്ല. ഇനി എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളൊരു കോ ഡ്രൈവറായിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ നിങ്ങൾ ബേസിക്കലി ചെയ്യുന്നൊരു ഇൻറ്റേൺഷിപ്പാണ്. കാരണം അദ്ദേഹം തരുന്ന സബ് ടാസ്കുകൾ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോഴും നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടില്ല. പക്ഷേ ഐശ്വര്യയുടെ ആവശ്യം ഇന്നൊരു ഡ്രൈവറെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വെച്ച് പരീക്ഷിക്കാൻ ഐശ്വര്യ തയ്യാറല്ല. ചാവി കൊടുത്ത അടുത്ത നിമിഷം റോഡിൽ വാഹനം ഓടിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ഇതേപോലെയാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. എന്താണ് അവർ റിക്രൂട്ട് ചെയ്യുമ്പം ആ റിക്രൂട്ട് ചെയ്ത ആൾ തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ അവരുടെ കസ്റ്റമർ റിക്വയർമെൻറ്റിലോട്ട് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ ഉള്ള ആളായിരിക്കണം. എന്ന് വെച്ചാൽ അവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ശരിയല്ലേ? ഇതുകൊണ്ടാണ് എല്ലാ കമ്പനീസും ഒരു ജോബ് ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ട്രെയിൻഡ് ആണെങ്കിൽ അവർക്ക് വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പം ആദ്യം ചോദിച്ച ചോദ്യത്തിലോട്ട് വരുവാണ്, എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നത്? അത് ക്ലിയർ അല്ലേ? അതെ. അപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇതാണ് ഓൾറെഡി ആൾക്കാർ ഇൻഡസ്ട്രി നോക്കുന്നതാണെന്ന് പറഞ്ഞു. സാറ് പറയുന്ന പോലെ സാറിൻ്റെ കമ്പനി ബ്ലൂസി എങ്ങനെയായിരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, ഇത് വരുമ്പം നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ നമുക്ക് നോക്കാം. കാരണം നമ്മളൊരു ഡിഷ് നമ്മൾ കുക്ക് ചെയ്യുമ്പം അതിന് റെസിപ്പി ഉണ്ടാവില്ലേ, ആ റെസിപ്പി പറയുമ്പോൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് അതിന് വേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണ്? അതിന് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്കില്ലാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് റിയൽ വേൾഡിൽ ഒരു സൊല്യൂഷൻ ഡെലിവർ ചെയ്യാനുള്ള എക്സ്പോഷറാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ഹാൻഡ്ലിങ് എക്സ്പോഷറാണ്. കസ്റ്റമറിനെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുമ്പം അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളുണ്ട്. അതാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ക്യാരക്ടറാണ്. ഒരു പ്രൊഫഷണൽ ക്യാരക്ടർ എന്ന് പറയുമ്പം ഇന്ന് ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർ പറയുന്ന ജോബ് മാത്രം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെ അല്ല, പകരം ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു വാല്യൂ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റുള്ള ആളിനെ മാത്രമാണ് ഇന്ന് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ക്യാരക്ടർ എന്ന് പറയുമ്പം ഒരു ജോബ് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റിൽ നിന്നും ഒരു വാല്യൂ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റിലോട്ടുള്ള ഒരു ട്രാൻസിഷനാണ്. എക്സ്പീരിയൻസ് ഉള്ള പലരും ഉണ്ടാവും, അതിൽ പലരും ഓർഡർ ടേക്കേഴ്സ് ആയിരിക്കും, പറയുന്ന കാര്യം മാത്രം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതിൽ വളരെ അപൂർവം ആളുകൾ മാത്രമേ ഒരു വാല്യൂ ക്രിയേറ്റർ ആയിട്ടുണ്ടാവുള്ളൂ. അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭാഗം. രണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ഓർഗനൈസേഷൻ്റെ വളർച്ചയിലോട്ട് എന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും, എന്ത് പുതിയ വാല്യൂ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ചിന്തിക്കാനൊരു മൈൻഡ് സെറ്റ് ഉള്ള ആൾ മാത്രമേ ആ ഡയറക്ഷനിൽ ചിന്തിക്കുക പോലും ഉള്ളൂ. അല്ലാത്തവർ അടുത്ത ഓർഡർ എന്താണെന്ന് വെയിറ്റ് ചെയ്യും, അടുത്ത ടാസ്ക് എന്താണെന്ന് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, എക്സ്പീരിയൻസിൻ്റെ ആ ഇക്വേഷൻ ഇല്ലേ, അതിൻ്റെ റെസിപ്പിയിൽ വരുന്ന 4 കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്കിൽ, റിയൽ വേൾഡ് എക്സ്പോഷർ, കസ്റ്റമർ ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ്, നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ക്യാരക്ടറാണ്. ഇതാണ് എക്സ്പീരിയൻസിൻ്റെ ഒരു റെസിപ്പി. ഇനി ബ്ലൂസി എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്? ഇവിടെ നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ കസ്റ്റമറിന് ERP സൊല്യൂഷൻസ് ഡെലിവർ ചെയ്യുന്ന എൻഗേജ്മെൻറ്റ്സ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ സ്കില്ലുള്ള ആളുകൾ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യണം. അപ്പം ഞങ്ങൾ ഫ്രഷ് ജോബ് സീക്കേഴ്സിനെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ട് അവരെ ഉള്ളിൽ ആദ്യം ഓഡോ ERP അതിൻ്റെ ബേസിക്സ് എല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും, ബിൽഡ് ചെയ്യും. അതിനുശേഷം അവരെ ഹാൻഡ്സ് ഓൺ ആക്കി മാറ്റും. അവിടെയാണ് സ്കിൽ ബിൽഡിങ്. അവർ ഹാൻഡ്സ് ഓൺ ആയി മാറിയതിന് ശേഷം അവരെ നമ്മൾ ഗ്രാജുവലി കസ്റ്റമറിൻ്റെ സപ്പോർട്ട് എൻഗേജ്മെൻറ്റിൽ അവരെ കൊണ്ടുവരും. അപ്പോൾ അത്യാവശ്യം കസ്റ്റമറിൻ്റെ ഇമോഷൻസ്, കസ്റ്റമറിൻ്റെ ഈഗോ, കസ്റ്റമറിൻ്റെ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ അവർ പഠിക്കും.
ആ ഒരു എക്സ്പോഷർ കിട്ടിയതിന് ശേഷം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ERP എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഒരു കസ്റ്റമറിന് ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റും. അതോടൊപ്പം തന്നെ അവർക്ക് നമ്മളൊരു 30 അവേഴ്സിൻ്റെ വർക്ക്ഷോപ്പ് കൊടുക്കും. ഈ വർക്ക്ഷോപ്പിൽ പ്രൊഫഷണൽ ക്യാരക്ടറിൻ്റെ ഡിസൈനാണ് നടക്കുന്നത്. ഈ 4 കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രക്ചേർഡായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുമാണ് ബ്ലൂസിയിൽ ഒരു 6 മന്ത്സിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കോൾ ചെയ്യുന്നത് ബ്ലൂസി അക്കാഡമി ഓഫ് എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു 6 മാസം കഴിയുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരു 6 മാസത്തെ ഒരു ലെജിറ്റിമേറ്റ് എക്സ്പീരിയൻസുമായിട്ടാണ് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത്. He or she is no more a fresher. He or she is no more a fresh. He or she is no more a trained fresher. അവർക്ക് വ്യക്തമായ ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസോട് കൂടിയാണ് അവർ 6 മാസം കഴിയുമ്പോൾ ബ്ലൂസിയിൽ നിന്ന് വെളിയിറങ്ങുന്നത്. അതെ. അപ്പം ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന സർട്ടിഫിക്കറ്റ് അല്ല, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. എക്സാക്ട്ലി. ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്ത വേർഡില്ലേ, ഒരു ട്രെയിൻഡ് ഫ്രഷർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അവർ വരുന്നത്. അപ്പോഴും അവർ എക്സ്പീരിയൻസ് ഉള്ളവരല്ല, അവരെ കയ്യിൽ ചാവി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ അവർ 6 മാസത്തെ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ ഒരു ERP ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കമ്പനിക്ക് ഏൽപ്പിക്കാൻ പറ്റും. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ചെയ്യും. അതിനെ കേപ്പബിളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ 6 മാസത്തെ എൻഡവർ. അതെ. അപ്പം സാർ ഇതിൽ പറയുന്നുണ്ട് ERP സിസ്റ്റംസിൽ ഇവിടെ ബ്ലൂസി ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഓഡോ ആണ്. അപ്പം ഈ ഒരു നമ്മുടെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് കുറേ വേരിയൻസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഓഡോ പോലെ തന്നെ. അപ്പം അത്രയും അതിൻ്റെ ഇടയ്ക്ക് ഓഡോ എങ്ങനെ നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതിന് ഞാൻ ആൻസർ പറയുന്ന കൂട്ടത്തിൽ എന്താണ് ഒരു ERP എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം പലരും നമ്മളടുത്ത് ചോദിക്കാറുണ്ട് ഈ ERP എന്താണ്. പ്രത്യേകിച്ച് ഈ കോളേജിൽ നിന്നും ഡിഗ്രി PG കഴിഞ്ഞ് വരുന്ന പല കുട്ടികളും അവർ ERP എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലാതെയാണ് അവർ മാർക്കറ്റിലോട്ട് ഒരു ജോബ് സീക്കറായിട്ട് വരുന്നത്. അപ്പം സർപ്രൈസിംഗ്ലി ഈ ഡിസൈൻ യുവർ പ്രൊഫഷണൽ ക്യാരക്ടർ എന്നൊരു വർക്ക്ഷോപ്പ് ബ്ലൂസിയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു ട്രേഡ് മാർക്ക് കണ്ടൻറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഏതാണ്ട് 3000-ൽ കൂടുതൽ കുട്ടികൾക്ക് നമ്മൾ ഈ പ്രോഗ്രാം ഡെലിവർ ചെയ്തു. അതിൽ IIM കോഴിക്കോട്, NIT കാലിക്കറ്റ്, IIT മദ്രാസ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പിന്നെ നമ്മളുടെ Tier 1 ഓർഗനൈസേഷൻസ് ലൈക്ക് വോൾവോ, ഇതുപോലെ സ്ഥലങ്ങളിലാണ് നമ്മളത് ഡെലിവർ ചെയ്തു. അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മളൊരു വാല്യൂ ക്രിയേറ്ററായിട്ട് മാറ്റാനുള്ള ഒരു സോഷ്യൽ മൂവ്മെൻ്റാണ് ഈ ഡിസൈൻ യുവർ പ്രൊഫഷണൽ ക്യാരക്ടർ എന്നുള്ള വർക്ക്ഷോപ്പ്. അപ്പം ഇനി ERP എന്താണെന്ന് പറയാം. അപ്പം ഈ ERP ഞാൻ ഈ കോണ്ടെക്സ്റ്റ് പറയാനുള്ള റീസൺ, ഈ കോളേജുകളിൽ പല സ്ഥലത്തും ഈവൻ MBA കോളേജസിലും BBA കോളേജസിലുള്ള കുട്ടികൾക്ക് ERP എന്നുള്ള വേർഡ് പോലും കേട്ടിട്ടില്ല. അപ്പം ഒരു ബിസിനസ് ഓണർ, ഒരു ബിസിനസ് ഓണറിൻ്റെ പ്രൈമറി ചാലഞ്ച് എന്താണ്? അയാളുടെ പ്രൈമറി ചാലഞ്ച് അയാളുടെ ബിസിനസ്സിൻ്റെ മുകളിൽ നിന്നും അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ബിസിനസ് വളരും തോറും അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചാലഞ്ചസും കൂടിക്കൊണ്ടിരിക്കും. അതെ, കോംപ്ലിക്കേഷൻ കൂടും. അത് കൂടുതലും കോൺവല്യൂട്ടറി ആയിട്ട് മാറും. അപ്പോൾ അവിടെ എന്താ ചെയ്യാം? അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ബിസിനസ്സിൻ്റെ വാക്ക് ത്രൂ പറയാം. ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഒന്നുകിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും സെല് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഐശ്വര്യ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുകയാണ്, ഒരു ബ്യൂട്ടി കോണ്ടന്റ്, ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് നിങ്ങൾ സെല് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഏറ്റവും ചീപ്പായിട്ട് എവിടെ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുമോ നോക്കും. അതൊരു പക്ഷേ ഇന്ത്യയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്നാവാം, ചൈനയിൽ നിന്നാവാം, എവിടെ നിന്നും ആവാം. ഗ്ലോബലി നിങ്ങൾ സെർച്ച് ചെയ്യും. അതിനുശേഷം നിങ്ങൾ അതിനെ പർച്ചേസ് ചെയ്യും, അതിനെ പ്രൊക്യൂർ ചെയ്യും. അപ്പോൾ പർച്ചേസിങ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഐശ്വര്യയുടെ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞു. പർച്ചേസ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ജനറേറ്റ് ആയി. അടുത്തത് എന്താണ്? നമ്മളിതിനെ സ്റ്റോക്ക് ചെയ്യണ്ടേ? സ്റ്റോക്ക് ചെയ്യുന്നതിന് മുമ്പ് വന്ന മെറ്റീരിയൽ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണോ വേണ്ടേ? എന്ന് പറഞ്ഞാൽ ഒരു റോങ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തൊരു പ്രോഡക്റ്റോ ഡാമേജ് പ്രോഡക്റ്റോ നമ്മൾ സ്റ്റോറിലോട്ട് എടുക്കാറില്ല. അപ്പോൾ ക്വാളിറ്റി എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. ദെൻ സ്റ്റോർ. ഇപ്പോൾ സ്റ്റോറിൽ ഈ പ്രോഡക്റ്റ് സ്റ്റോക്കായി. സ്റ്റോറിനെ ഇൻവെൻറ്ററി എന്നും വെയർ ഹൗസ് എന്നൊക്കെ വിളിക്കും. ഇനി ഈ സ്റ്റോറിലൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ യുണീക്കായിട്ടുള്ള ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ളത് ലോകത്തിനെ എങ്ങനെ അറിയിക്കും? അവിടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ റീച്ച് എൻഹാൻസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഇതിന് റീച്ച് ഇമ്പ്രൂവ് ആയി.
ആംപ്ലിഫൈഡ് ആയി. ഇപ്പം മാർക്കറ്റിംഗ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. ഇനി ഇത് മാർക്കറ്റിംഗ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്താണ്? നിങ്ങൾക്ക് എൻക്വയറീസ് വരും, ഇത് എവിടെ കിട്ടും, ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിക്കും, ശരിയല്ലേ? അപ്പോൾ ഈ സ്റ്റോറി ലൈൻ പോകുന്നത് ഈ ലീഡ് അവിടുന്ന് എൻക്വയറീസ് വരുമ്പോൾ നമ്മളതിന് ലീഡ് എന്ന് വിളിക്കും. ഇനി ഒത്തിരി ലീഡ് വരുമ്പോൾ ഈ ലീഡ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിനേക്കാളും ഹെവി ആവും. അപ്പോൾ അവിടെ ലീഡ് ഹാൻഡിൽ ചെയ്യുമ്പം അത് സീരിയസ് ആയിട്ടുള്ള എൻക്വയറീസ് ഏതൊക്കെയാണ്, അതേസമയം കാഷ്വൽ ആയിട്ടുള്ള എൻക്വയറീസ് ഏതൊക്കെയാണ്, ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലീഡ് അനാലിസിസ് ചെയ്യണം, ലീഡ് മാനേജ് ചെയ്യണം. അതിന് CRM എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഇത് കഴിഞ്ഞ് ഇനി ഇവർ ലീഡ് അനലൈസ് ചെയ്തു, സീരിയസ് ലീഡ്സ് എല്ലാം സോർട്ട് ചെയ്തു. അതിനുശേഷമാണ് ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ സെയിൽസ് എന്താണ് ചെയ്യണത്? ഐശ്വര്യ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, ഇത് എനിക്കത് സെല്ല് ചെയ്യണമെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞതുകൊണ്ട് ഞാനത് വാങ്ങണമെന്നില്ല. എൻ്റെ മനസ്സിൽ ഒരു നീഡ് ജനറേറ്റ് ചെയ്യണം. അതിന് ഐശ്വര്യം എൻ്റെ കോണ്ടെക്സ്റ്റ് സ്റ്റഡി ചെയ്യണം. ഞാനെന്ന വ്യക്തി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ പ്രൊഫഷൻ എന്താണ്, എൻ്റെ അപ്പിയറൻസ് എന്താണ്, എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും സ്റ്റഡി ചെയ്ത് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു നീഡ് ജനറേറ്റ് ആവുന്നത്. ഇതാണ് സെയിൽസ്. ഈ സെയിൽസും മാർക്കറ്റിംഗ് ഒന്നല്ല. കാരണം മാർക്കറ്റിംഗ് അവയർനെസ് എൻഹാൻസ് ചെയ്യുന്നു. അതിനുശേഷം സെയിൽസ് ചെയ്യുന്ന ഒരാൾ അതിന് പൊട്ടൻഷ്യൽ ബയറിൻ്റെ റിക്വയർമെൻറ്റ് നോക്കി അയാളുടെ കോണ്ടെക്സ്റ്റ് സ്റ്റഡി ചെയ്ത് ആ കോണ്ടെക്സ്റ്റിലോട്ട് ഈ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ മാപ്പ് ചെയ്യും. ഇത് മാപ്പ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണം എന്നുള്ളൊരു നീഡ് ജനറേറ്റ് ആവുന്നത്. അപ്പോഴാണ് അയാളുടെ വാലറ്റിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് അത് ബൈ ചെയ്യണത്. അപ്പോൾ സെയിൽസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റായി. അത് കഴിഞ്ഞ് ഡെലിവറി ചെയ്യണ്ടേ, പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യണം. ഇപ്പോൾ ഡെലിവറി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റായി. അതിനുശേഷം ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മാൻ പവർ വേണ്ടേ? അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ട ഒരു കോമൺ ഡിപ്പാർട്ട്മെൻറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, ശരിയല്ലേ? ഇനി ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതിൻ്റെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്യാഷ് വേണം. ഫിനാൻസ്, അക്കൗണ്ടിങ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയാണ് വർക്ക് ചെയ്യണത്. അത് ഒരു അംബ്രല്ലയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻറ്റിഗ്രേറ്റ് ആവുന്നത് അക്കൗണ്ടിങ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? ആദ്യം പ്രൊക്യൂർമെൻറ്റ്, പർച്ചേസിങ്, ട്രാൻസ്പോർട്ടേഷൻ, ക്വാളിറ്റി, ഇൻവെൻറ്ററി അല്ലെങ്കിൽ സ്റ്റോർ, മാർക്കറ്റിംഗ്, CRM, സെയിൽസ്, ഡെലിവറി, HR, അത് കഴിഞ്ഞിട്ട് ഫിനാൻസ്. ഇനി ഇതെല്ലാം കൂടാതെ സപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് വേറെയുണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ്, സിസ്റ്റംസ് ആൻഡ് IT, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് ബിസിനസ്സിലുണ്ടാവും. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ഓണറിന് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടക്കുന്ന കാര്യങ്ങൾ ഓരോ സമയം കാണാനോ മനസ്സിലാക്കാനോ നിയന്ത്രിക്കാനോ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് അത് സ്കെയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒരു കോമൺ ടെക്നോളജി പ്ലാറ്റ്ഫോമിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് എൻവയൺമെൻറ്റിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം വർക്ക് ചെയ്യുക. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും തത്സമയം അതിൻ്റെ അപ്ഡേറ്റ്സ് വരും. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമ്മൾ എന്താണ് നടക്കുന്നത്, അവിടെ ഓരോ പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പർച്ചേസിങ് എന്നുള്ളതൊരു പ്രോസസ്സാണ്. പർച്ചേസ് ചെയ്യുമ്പം അവിടെ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സീക്വൻസ് ഓഫ് സ്റ്റെപ്സിന് ഒരു വർക്ക് ഫ്ലോ എന്നോ അല്ലെങ്കിൽ പ്രോസസ്സ് എന്നോ പറയാം. ഇനി HRൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുവാണ്, അവിടെ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഓൺബോർഡിങ് നടത്തുവാണ്, സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്, അല്ലേ? അപ്പോൾ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ ഉള്ളിൽ ഓരോ പ്രോസസ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവും. ഈ എല്ലാ പ്രോസസ്സിൻ്റെയും ഒരു ഇൻ്റഗ്രേഷനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് എന്തിനാണ് നമ്മൾ ചെയ്യണത്? പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യം, നമ്മൾ ഒരു വ്യക്തി അയാളുടെ ഓൺ ഫീലിങ്സിലൊരു ആക്ടിവിറ്റി ബിസിനസ്സിൽ ചെയ്യുമെന്നിരിക്കട്ടെ, അയാളുടെ തന്നിഷ്ടത്തിലൊരു ആക്ടിവിറ്റി ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പം അടുത്തൊരാൾ അതേ ആക്ടിവിറ്റി ചെയ്യുമ്പം അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ആക്ടിവിറ്റി ആര് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും അതിൽ മിനിമം ഇത്ര സ്റ്റെപ്സ് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രോസസ്സ് എന്നുകൊണ്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി നാളെ മാറി വന്നു കഴിഞ്ഞാലും ആ പ്രോസസ്സിലുള്ള സ്റ്റെപ്സ് എല്ലാം ആരായാലും ഫോളോ ചെയ്തേ പറ്റും. അപ്പോൾ ഓർഗനൈസേഷൻ ഓട്ടോമാറ്റിക്കലി പീപ്പിൾ ഡ്രിവൺ ഓർഗനൈസേഷനിൽ നിന്നും ഒരു പ്രോസസ് ഡ്രിവൺ ഓർഗനൈസേഷനിലോട്ട് മാറും. ഇനി നമ്മൾ കേട്ട് കാണും, ഇപ്പം ഇൻഫോസിസ്, TCS, കോഗ്നിസന്റ്, ക്യാപ്ജെമിനി ഇതുപോലത്തെ ഓർഗനൈസേഷൻസ് എല്ലാം സിസ്റ്റം ഡ്രിവൺ ആണെന്ന് പറയും. എന്താണ് സിസ്റ്റം ഡ്രിവൺ? അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാവും. ഈ പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടാണ് ആ ബിസിനസ് റൺ ചെയ്യുന്നത്.
അപ്പോൾ പ്രോസസ്സിൻ്റെ ഇൻറ്റഗ്രേഷനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ആ കമ്പനീസിനെല്ലാം സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇനി ERP എന്ന് പറയുമ്പോൾ ERP ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് കൂടാതെ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ട പ്രോസസ്സീസ് ആ പ്ലാറ്റ്ഫോമിൽ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്രോസസ്സ് എല്ലാം അതിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. അപ്പം നാളെ ഐശ്വര്യയ്ക്ക് ഒരു ബിസിനസ് ഉണ്ടെന്നിരിക്കട്ടെ, ഐശ്വര്യയുടെ ബിസിനസ്സിലോട്ട് വേണ്ടി നമ്മൾ ഈ ERPയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റാൻഡേർഡ് പ്രോസസ്സീസ് നമ്മൾ മാപ്പ് ചെയ്യും. ഐശ്വര്യ പറയണേ എനിക്ക് ചില പ്രോസസ്സ് ഇങ്ങനെ വേണ്ട, അതും മാത്രം നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. അവിടെ നമ്മളൊരു കൺസൾട്ടിങ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി വാലിഡേറ്റഡ് പ്രോസസ്സാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് നീഡും കൂടെ നിങ്ങൾ അറിയാതെ അതിനകത്ത് എംബഡഡ് ആണ്. അപ്പം നമ്മൾ സാധാരണ ഐശ്വര്യയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലൊരു പ്രോസസ്സ് ചെയ്യണം, എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് പ്രോസസ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഈ സ്റ്റാൻഡേർഡ് പ്രോസസ്സ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഓൺ പ്രോസസ്സ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു എഡ്യൂക്കേഷൻ ഒരു കൺസൾട്ടിങ് നിങ്ങൾക്ക് തരും. ഇത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ERP കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമാണ്, കൺസൾട്ടിങ്ങിൻ്റെ. അപ്പം ERP ബേസിക്കലി എന്താ ചെയ്യുന്നത് അതും കൂടെ പറയാം. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. പർച്ചേസിങ് ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, അതിൻ്റെ പ്രോസസ്സ് എക്സിക്യൂട്ടായി. അതിൻ്റെ എക്സിക്യൂഷൻ്റെ റിസൾട്ട് എന്താണ്? ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഒരു പർച്ചേസ് നടന്നു എന്നുള്ളതിൻ്റെ റെക്കോർഡാണ് അല്ലേ? അതിനാണ് ബിസിനസ് ലാംഗ്വേജിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടക്കുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് ആണ്, ആണോ? ഈ എല്ലാ ട്രാൻസാക്ഷനെയും വിത്തൗട്ട് എക്സെപ്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ERP. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ട്രൂത്ത് ആണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ പ്രോസസ്സ് വഴിയും അത് റെക്കോർഡഡായി മാറും. അപ്പോൾ ബിസിനസ് ഓണർ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഏത് സമയത്ത് നോക്കിയാലും ആ ബിസിനസ് നടന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ആയിട്ട് ആൾക്ക് കാണാൻ പറ്റും. അതിലൊരാൾക്കും രണ്ടാമതൊരു മാൽ പ്രാക്ടീസോ മാൽ ഫങ്ഷനിങ്ങോ ചെയ്യാൻ പറ്റില്ല. കാലാകാലങ്ങളോളം അത് അവിടെ കിടക്കും. ഒരിക്കലും ഒരു ട്രാൻസാക്ഷൻ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ERPയുടെ എത്തിക്സ് ആണ്. ഇത്രയും ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിയാൻ നേരത്ത് അതിൻ്റെ മുകളിൽ ഇന്ന് AI ഡ്രിവൺ വേൾഡാണ്. നമുക്ക് അനലിറ്റിക്സോ മറ്റു പലതും റൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഹിഡനായി കിടക്കുന്ന കുറേ പാറ്റേൺസ് നമ്മൾ എടുക്കാൻ പറ്റും. ഒരു ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അൺഡിസൈഡ് ആയിട്ട് റൺ ചെയ്യുന്നു, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളതെല്ലാം ഇതേ ട്രാൻസാക്ഷൻ ഡേറ്റ നമ്മൾ വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി ഐശ്വര്യ പറയൂ, ഒരു ERP എന്നുള്ള പ്ലാറ്റ്ഫോമിലല്ലാതെ റൺ ചെയ്യുന്നൊരു ബിസിനസ്, ആ ബിസിനസ് സ്കെയിൽ ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം നിയന്ത്രണം ഉണ്ടാവും? ബിസിനസ് ഓണർ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരിക്കും. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന ക്യാഷ് ലീക്കേജ്, മാൽ പ്രാക്ടീസസ്, ഡീവിയേഷൻസ്, ഇതൊന്നും ഒരു ബിസിനസ് ഓണറിന് കാണാൻ പറ്റില്ല. അതേസമയം ഒരു സിസ്റ്റം ഡ്രിവൺ ആയിട്ടൊരു ബിസിനസ്സിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈമറി ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ERP ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രോയിങ് ഓർഗനൈസേഷൻ ഏത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മോൾ ടു മീഡിയം ടു ലാർജ് എൻ്റർപ്രൈസ് ബിസിനസ്സിലോട്ടൊക്കെ നിങ്ങൾ നോക്കുമ്പം ഇവിടെ എല്ലാ ബിസിനസ്സും ഇൻവേരിയബിളി വൺ ഓർ ദി അതർ ERPയിലായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശരി ചോദിച്ച ചോദ്യത്തിനോട് ആൻസർ ചെയ്യുകയാണ്. ഏതൊക്കെ ERPs ആണ് ഇപ്പോൾ വേൾഡിൽ ലീഡിങ് ആയിട്ടുള്ളത്? ഇപ്പം ലാർജ് എൻ്റർപ്രൈസസ് പരമാവധി യൂസ് ചെയ്യുന്നത് SAP ERP ആണ്. അതുകൂടാതെ മാർക്കറ്റിലുള്ള മറ്റ് ലീഡിങ് ERPs മൈക്രോസോഫ്റ്റിൻ്റെ ഡൈനാമിക്സ് ഉണ്ട്, ഒറാക്കിൾ ഫ്യൂഷൻ ഉണ്ട്, നെറ്റ്സ്യൂട്ട് ഉണ്ട്, ERP നെക്സ്റ്റ് ഉണ്ട്, സോഹോ ഉണ്ട്, ടാലി, ഇങ്ങനെ കുറേയേറെ ERPs മാർക്കറ്റിൻ്റെ ടോപ്പ് ഓഫ് ദി ലൈൻ ERPs ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ എന്തുകൊണ്ട് ഓഡോ ചൂസ് ചെയ്തു? ഞാൻ 20 വർഷത്തോളം SAPയിൽ വർക്ക് ചെയ്ത ഇൻഡിവിജ്വലാണ്. ഞാൻ SAP സർട്ടിഫൈഡ് ആണ്. അപ്പം ഇതിന് ശേഷം നമ്മൾ എന്തുകൊണ്ടാണ് ഓഡോ ERPയിലോട്ട് നമ്മൾ മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വേൾഡിലെ റാപ്പിഡ്ലി ഗ്രോയിങ് ERP ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡോയുടെ അത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ERP വേറെ ഇല്ല. ഓഡോ ഒരു ഓപ്പൺ സോഴ്സ് ERP ആണ്. ഓഡോയുടെ കമ്മ്യൂണിറ്റി വെർഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ്. പല കമ്പനീസും ERPയിലോട്ട് മൂവ് ചെയ്യാത്തതിൻ്റെ റീസൺ അയ്യോ ERP എക്സ്പെൻസീവ് ആണ്, ഞങ്ങൾക്കിപ്പോൾ ERPയിലോട്ട് മൂവ് ചെയ്യാനുള്ളൊരു സ്കെയിലിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇമാജിൻ ഒരു ഓപ്പൺ സോഴ്സ് ERP, ലൈസൻസ് ഇല്ല നിങ്ങൾക്ക്,
അതിന് കോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് മുമ്പേ തുടക്കത്തിലെ അതിൻ്റെ റെസ്പെക്റ്റീവ് സിസ്റ്റംസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ക്ലട്ടേഴ്സും കോംപ്ലിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് തുടക്കത്തിലേ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗ്രോത്ത് ഫാസ്റ്റ് ആവും. പല കമ്പനീസും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യത്തെ 3-4 അവരൊരു സർട്ടൺ ലെവൽ വരെ വളരുന്നത് വരെ അവർ ERP യൂസ് ചെയ്യില്ല. അവർ മാനുവലി ബിസിനസ് റൺ ചെയ്യും. ചെറിയ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ HR-ന് ആപ്ലിക്കേഷൻ, പർച്ചേസിങ്ങിന് വേറൊരെണ്ണം, ഫിനാൻസിന് വേറൊരെണ്ണം, ഇതൊന്നും തമ്മിൽ സംസാരിക്കില്ല. ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും ബിസിനസ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, പക്ഷെ അതൊന്നും ഇൻറ്റഗ്രേറ്റഡ് അല്ല. ഇൻറ്റഗ്രേറ്റഡ് ആകുമ്പോഴാണ് അതൊരു ERP എന്നുള്ള കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ പല കമ്പനീസും ഒരു സർട്ടൺ ലെവലിലോട്ട് വളർന്നതിന് ശേഷം മാത്രമേ അവർ ERPയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഈ സമയമാകുമ്പോഴത്തേക്കും ഒരു ERP അവിടെ അത് ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഒരു റണ്ണിങ് കാറിൻ്റെ വീല് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണോ? അല്ല. അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ വീല് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇക്വലൻറ്റ് സെനാരിയോ ആണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു സർട്ടൺ ലിമിറ്റ് സർട്ടൺ സ്റ്റേജ് കഴിയുമ്പോൾ അവിടെ ERP കൊണ്ടുവരിക എന്നുള്ളത്. അതിനേക്കാളും എത്രയോ ഭേദമാണ് തുടക്കത്തിലെ ഒരു ERPയിൽ നിന്നുകൊണ്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഓഡു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് ഓഡുവിൻ്റെ അഡോപ്ഷനും അതുപോലെ ഫാസ്റ്റാണ്. ഇന്നിപ്പോൾ US മാർക്കറ്റിലും ഓഡു ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം വേൾഡിൽ തന്നെ ഏതാണ്ട് 28 മില്യണിൽ കൂടുതൽ യൂസേഴ്സ്, റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 28 മില്യൺ യൂസേഴ്സ് കൂടുതൽ ഓഡു യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓഡുയുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ്. ഓഡോ ഒരു ഗ്രോയിങ് ERP ആയതുകൊണ്ട് ഓഡോയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റഡ് ആവും. കൂടുതൽ ആളുകൾ വേണം. ആ ഒരു റീസൺ കൊണ്ട് ട്രെൻഡിനൊപ്പം നിൽക്കുക എന്നുള്ള റീസണിലാണ് നമ്മൾ ഓഡോ ERPയിലോട്ട് വന്നത്. അപ്പം ഞങ്ങൾ ഓഡോ ERPയെ കുറിച്ച് സ്റ്റഡി ചെയ്തതും ഓഡോ ERP ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും. കാരണം ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് അതിൽ കസ്റ്റമൈസ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും പറ്റുന്നൊരു ERP ആണ്. അതിൻ്റെ ചേഞ്ച് മാനേജ്മെൻറ്റ് വളരെ ഈസിയാണ്. അങ്ങനെ ലോഡ് ഓഫ് റീസൺസ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഓഡോ ERPയിലോട്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ചത്. ഓക്കെ. അപ്പം ഇതിലോട്ടിപ്പം സാറ് പറഞ്ഞല്ലോ അക്കാഡമിക് എക്സ്പീരിയൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാറ് പ്ലാൻ ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരിലേക്കായിരിക്കും ഇത് കൂടുതൽ എത്താൻ സാധ്യത ഉള്ളത്? എങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, എങ്ങോട്ട് തിരിയണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരുടെ പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ ഏത് സെക്ഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും, ഇങ്ങനെയുള്ളൊരു കരിയറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും. മാർക്കറ്റിലൊരു മിത്തുണ്ട്. മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IT-യിലോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരിക്കണം, BCA, MCA, BTech, ഇവർക്ക് മാത്രമേ ഇതിലോട്ട് ഒരു IT സെക്ടറിലോട്ട് വരാൻ പറ്റൂ എന്നുള്ളൊരു മിത്ത് മാർക്കറ്റിലുണ്ട്. പക്ഷെ നമ്മൾ ആ മിത്തിനെ ചാലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ ഇപ്പം ഒരു BSc ഫുഡ് ടെക്നോളജി പഠിച്ച ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ERP എന്ന് പറയുന്നത് കേവലം ടെക്നോളജി മാത്രമല്ല. അവിടെ ഒരു ബിസിനസ് നോളജ് ഉണ്ട്, ബിസിനസ് അവയർനെസ് ഉണ്ട്, ബിസിനസ് കൺസൾട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പിന്നെ കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റിയുടെ ഒരു കോൺഗ്ലോമറേഷനാണ് ഒരു ERP എന്നുള്ള പ്ലാറ്റ്ഫോം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ടെക്നോളജി, പ്രോഗ്രാമിംഗ്, കോൺഫിഗറേഷൻ, കസ്റ്റമൈസേഷൻ. ഇതിൻ്റെ ചില ഭാഗങ്ങൾ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതിയിട്ടായിരിക്കും കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധാരണ അപ്പോൾ കുട്ടികളുടെ ഒരു കൺഫ്യൂഷൻ, ERP എന്ന് പറയുന്ന IT ആണ്, ഞാൻ പഠിച്ചത് IT അല്ല, അതുകൊണ്ട് എനിക്ക് ERPയിലോട്ട് എൻട്രി കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണോ ഇത് എന്നുള്ള കൺഫ്യൂഷനുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ള നിങ്ങൾ ആഗ്രഹമാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പല കുട്ടികളും ഇവിടെ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ തന്നെ BSc ഫുഡ് ടെക്നോളജി വരെ കഴിഞ്ഞ കുട്ടികളോട് ERP കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റീസൺ എന്താണ്? അവർക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള ഡീപ്പായിട്ടുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന കുട്ടികളാണ്. അവർക്ക് ERP എന്താണെന്ന് മനസ്സിലായപ്പം അവർക്ക് മനസ്സിലായി ഇതാണ് വേ ഫോർവേഡ്. പിന്നെ ഇന്ന് AI ഡോമിനേറ്റഡ് വേൾഡാണ്. എൻ്റെ ഓർഗനൈസേഷനിൽ നമ്മൾ പൈത്തൺ ആണ് ഞങ്ങളുടെ ERPയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ പൈത്തൺ പ്രോഗ്രാമേഴ്സിന് നമ്മൾ ആരെയും റിക്രൂട്ട് ചെയ്യാറില്ല. റീസൺ, ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ഏതാണ്ട് ഒരുവിധം എല്ലാ ഡയമെൻഷനിലും നമ്മൾ AI വെച്ചാണ് ചെയ്യണത്. അതിൻ്റെ റീസൺ എന്താണ്? ഒരു 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതുന്ന പൈത്തൺ പ്രോഗ്രാം, 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള
ഒരു പൈത്തൺ പ്രോഗ്രാമർ എഴുതുന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ മെച്യൂരിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. അവർ ആഴ്ചകളോളം മാസങ്ങളോളം എടുത്ത് എഴുതുന്ന ഒരു പ്രോഗ്രാം നമ്മളത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആവശ്യത്തിലേറെ ബഗ്സ് ഉണ്ടാവും. അത്രയും സമയം നമ്മൾ കസ്റ്റമർ വെയിറ്റ് ചെയ്യണം. ഇതൊരു റിപ്പീറ്റഡ് ആക്ടിവിറ്റി ആകുമ്പം നമ്മൾക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് എ ആണ്. എ എഴുതുന്ന കോഡിനകത്ത് ഒരു തൗസൻഡ്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവും. ഞങ്ങളത് ടെസ്റ്റ് ചെയ്ത സമയത്ത് എ എഴുതുന്ന കോഡുകളാണ് എയുടെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ എത്തിക്കഴിയും. അപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത് ഇപ്പോഴും പല കുട്ടികളും ഇതൊന്നും അറിയാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് വീണ്ടും ഒരു ഇൻഡെഫിനിറ്റ് വെയിറ്റിങ്ങിലോട്ട് പോവുകയാണ്. അപ്പം ഐശ്വര്യ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ താല്പര്യം ആണ് നിങ്ങളെ ഒരു ഫീൽഡിലോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനോ ഒരു ലോങ് സ്റ്റാൻഡിങ് കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനോ ലോങ്ങിവിറ്റി ഉള്ളൊരു കരിയർ ബിൽഡ് ചെയ്യാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് AI റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില സ്കില്ലുകൾ ഒന്ന് വന്നിട്ട് ERP കൺസൾട്ടിംഗ് ആണ്. ഓരോ കസ്റ്റമറിൻ്റെയും കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ കോണ്ടെക്സ്റ്റ് സ്റ്റഡി ചെയ്ത് ആ കോണ്ടെക്സ്റ്റിലോട്ട് ഏതൊക്കെ പ്രോസസ്സാണ് അപ്രോപ്രിയേറ്റ് അല്ലാത്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസ് അവിടെ സെറ്റ് ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ്സ് അവരുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ് മനസ്സിലാക്കാനും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മളൊരു ERP അഡ്വൈസറോ അല്ലെങ്കിൽ ERP കൺസൾട്ടൻറ്റോ ആയി മാറുന്നത്. അപ്പം ഇവിടെ AI റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് AI പല കാര്യങ്ങളും ഞാൻ എപ്പോഴും പറയുന്നത് 4 കാര്യങ്ങളാണ്. തിങ്ക് ബെറ്റർ. AI ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? കസ്റ്റമർ ഇമോഷൻ ഹാൻഡ്ലിങ് AI ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതുപോലെ പല ഇന്ന് നമ്മൾ AI വന്നപ്പോൾ ഈസ് ദറ്റ് AI ഗോയിങ് ടു ഈറ്റ് ഔട്ട് മൈ ജോബ് എന്നുള്ള ക്വസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് AI വന്നതുകൊണ്ട് പുതിയ അവസരങ്ങൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാല്യൂ ക്രിയേറ്റർ. ക്ലിയർ? അപ്പം രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ഞാൻ ഇത്രയും പറഞ്ഞു, തിങ്ക് ബെറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ബിൽഡ് ബെറ്റർ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. സെർവ് ബെറ്റർ. നമ്മൾ സാധാരണ ഒരു സൊല്യൂഷൻസ് ഡെലിവർ ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫാസ്റ്റസ്റ്റ് ആയിട്ടും സിംപ്ലിഫൈഡ് ആയിട്ടും നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഡെലിവർ ചെയ്യാം. ഗ്രോ ബെറ്റർ. ഈ ഒരു 4 ഡയമെൻഷനിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് അവരെ കരിയർ ഷേപ്പ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഇൻ AI ഡോമിനേറ്റഡ് വേൾഡ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു അവയർനെസ് ഗ്യാപ്പ് കൊണ്ടാണ് പല കുട്ടികളും ഇത്രയും ഗ്ലോബലി ഡിമാൻഡിങ് ആയിട്ടുള്ള എന്നാൽ ഒരു എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലോട്ട് പല കുട്ടികളും എത്തിപ്പെടാത്തത്. പറയുന്ന പോലെ സാർ പറഞ്ഞ പോലെ ഒരു മിത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് IT ഫീൽഡിലോട്ട് വരണമെങ്കിൽ ഞാൻ ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. അപ്പം ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ സാർ ഇപ്പോൾ കോഡിങ് പഠിക്കുന്ന അതിന് വേണ്ടിയിട്ട് ടൈം കളയുന്നു എന്നുള്ള രീതി പറയാം. ഇപ്പോൾ കോഡിങ് പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഓട്ടോയിലുള്ള ആ ഒരു ഇതെന്താ? ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ കോഡിങ് പഠിച്ച കുട്ടികൾ കോഡിങ് പഠിക്കുന്നത് ചില പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ നമ്മൾക്ക് ടെക്നോളജി സൈഡ് മനസ്സിലാക്കാനും ഒരു ആർക്കിടെക്ചറൽ സൈഡ് നമ്മൾക്ക് അവരെ ബിൽഡ് ചെയ്യാനും, കാരണം എപ്പോഴും ഒരു സൊല്യൂഷനിൽ ടെക്നോളജി മാത്രമല്ല, ഒരു സൊല്യൂഷന് ഒരു ആർക്കിടെക്ചർ ഉണ്ടാവും. ഒരു ERP സൊല്യൂഷൻ അതിനൊരു ഡിസൈനും അതിനൊരു ആർക്കിടെക്ചറും ഉണ്ടാവും. അതിൻ്റെ ഡിസൈനും ആർക്കിടെക്ചറും കംപ്ലീറ്റ്ലി ടെക്നിക്കൽ അല്ല. പല മിഥ്യാധാരണകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടെക്നിക്കലാണ്. ഒരു ടെക്കിക്ക് മാത്രമേ ഈ ആർക്കിടെക്ചർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, അത് പല ഇൻഗ്രീഡിയൻസിൻ്റെയും കൂടെ ഒരു കണക്റ്റഡ് ഇമേജാണ് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നോളജി പഠിച്ച കുട്ടികൾ, ഇപ്പോൾ പ്രോഗ്രാമിംഗ് പഠിച്ച കുട്ടികൾക്ക് ഈ ആർക്കിടെക്ചർ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും. അവരെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഒരു ERPയുടെ ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് വേൾഡിലോട്ട് നമ്മൾ അവരെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. കാരണം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്നൊരു ചോയ്സ് അല്ല, അതൊരു മാൻഡേറ്ററി മൂവ്മെൻറ്റാണ്. അത് ചെയ്തേ പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ നാളെ ഓപ്സലേറ്റ് ആയിപ്പോൾ മാർക്കറ്റിൽ നിന്ന് അവർ ഔട്ടാവും. നമ്മൾ ഇതിന് മുമ്പ് എന്തുകൊണ്ടാണ് പല കമ്പനീസും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയത്? കോണ്ടെക്സ്റ്റ് ഓഫ് നോക്കിയ നമ്മൾ കണ്ടതല്ലേ. നോക്കിയ മാർക്കറ്റിൽ നിന്ന് ഔട്ടായത് എന്തുകൊണ്ടാണ്? അവർ കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ചില്ല. കൊഡാക്ക്, നമ്മൾ ആരെങ്കിലും ഇന്ന് മാനുവൽ ഫിലിംസ് പ്രോസസ്സ് ചെയ്യാറുണ്ടോ? ഇല്ല. സിറോക്സ്, നെറ്റ്ഫ്ലിക്സ്, പണ്ട് CD ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത് അല്ലേ? അവരെല്ലാം മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. എന്തുകൊണ്ടാണ്? കാലം മാറുന്നതിനനുസരിച്ച് മോഡേണൈസ് ആയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇറലവൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം ആപ്ലിക്കബിൾ ആണത്. അതെ, കോഡിങ് പഠിച്ചാൽ തന്നെ നമുക്ക്
ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു പുതിയൊരു വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഓപ്പൺ ആവുകയാണ്. ഓക്കെ. ബ്ലൂസിയുടെ ലീഡർഷിപ്പിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സാർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഓക്കെ, ബ്ലൂസിയുടെ ലീഡർഷിപ്പിൽ പ്രൈമറിലി 2 പേരാണുള്ളത്. ഒന്ന് ഞാൻ മുകുന്ദകുമാർ, 2 അജുൻ ഫ്രാങ്ക്ലിൻ. ഇപ്പം ഞങ്ങൾ 2 പേരും SAP ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അക്കാഡമിക്കലി 2 പേരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഒരു ബിറ്റ്സ് പിലാനിയുടെ എഞ്ചിനീയറാണ്, പ്ലസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM കോഴിക്കോടിൻ്റെ MBA ഗ്രാജുവേറ്റ് ആണ്. അജുൻ ഫ്രാങ്ക്ലിൻ UK എഡ്യൂക്കേറ്റഡ് ആണ്. അയാൾ UK MTech ഹോൾഡറാണ്. കൂടുതലും ദുബായ്, സൗദി പോലത്തെ റീജിയൻ അജുനാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഈവൻ UK, പോർച്ചുഗലെല്ലാം. അപ്പം ഓവറോൾ എൻ്റെയും അജുൻ്റെയും കൂടി ഒരു അഗ്രിഗേറ്റഡ് എക്സ്പീരിയൻസ് സംവെയർ ഇൻ ദ റേഞ്ച് ഓഫ് 40-45 ഇയേഴ്സ്. അതുകൂടാതെ ഞങ്ങളുടെ സൗദി റീജിയനിൽ ഞങ്ങൾക്കൊരു ചെയർമാനുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ തൗഫീഖ് അൽ സ്വൈലം. അപ്പം അദ്ദേഹം സൗദി ഗവൺമെൻറ്റിൻ്റെ സക്കാത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജഡ്ജും കൂടിയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പിൻ്റെ ബ്ലെൻഡ്. സാർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 28 വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊരു സമ്മറി ഷോർട്ട് എന്നുള്ള രീതിയിൽ എന്ത് പറയും? ഈ 28 വർഷത്തിൽ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ടാറ്റ സ്റ്റീലിലായിരുന്നു, ജംഷഡ്പൂരിൽ. ഓൾമോസ്റ്റ് 8 ഇയേഴ്സ് ഞാൻ അവിടെ ആയിരുന്നു. അതിനുശേഷം ക്യാപ്ജെമിനായി കൺസൾട്ടിങ് എന്ന് പറഞ്ഞ് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ ബാംഗ്ലൂർ റീജിയനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. കൂടുതലും കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യാൻ വേണ്ടി ലണ്ടൻ ഇതുപോലത്തെ റീജിയനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അവിടുന്ന് കൊളാബ്ര എന്നൊരു US ബേസ്ഡ് ഓർഗനൈസേഷൻ്റെ അനലിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ഞാൻ ഒരു 5.5 വർഷം ജോലി ചെയ്തു. അവിടുന്ന് വീണ്ടും ഏൺസ്റ്റ് ആൻഡ് യങ് EY എന്നുള്ള കമ്പനിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് 2012-14 ആ ഒരു ഡ്യൂറേഷനിൽ വർക്ക് ചെയ്തു. അതിനുശേഷം NTT ഡേറ്റ, അത് ഇന്ന് വേൾഡിലെ 6th ലാർജസ്റ്റ് IT സർവീസസ് കമ്പനിയാണ് NTT ഡേറ്റ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിപ്രോയുടെ റവന്യൂവിൻ്റെ ഓൾമോസ്റ്റ് 1.5 ടൈംസ് റവന്യൂ ഉള്ള ഓർഗനൈസേഷനാണ്. TCSനേക്കാൾ ഓൾമോസ്റ്റ് $1 ബില്യൺ മുകളിൽ നിൽക്കുന്ന ഓർഗനൈസേഷനാണ്. 3 lakhs+ എംപ്ലോയീസ് ഉള്ള ഒരു ജാപ്പനീസ് കോൺഗ്ലോമറേറ്റാണ് NTT ഡേറ്റ. ഞാൻ NTT ഡേറ്റയുടെ സീനിയർ ഡയറക്ടറായിട്ട് അവിടെയും ഏതാണ്ട് 5.5 ഇയേഴ്സ് ഉണ്ടായിരുന്നു. പല ലൊക്കേഷനുകളിലായിട്ട്, കൂടുതലും US റീജിയനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം മാർ ലാബ്സ് എന്നുള്ളൊരു ഓർഗനൈസേഷൻ, എഗെയിൻ ന്യൂ ജേഴ്സി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അതിൻ്റെ SAP ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. വീണ്ടും നമ്മൾ കോവിഡ് കഴിഞ്ഞൊരു സമയത്ത് ഒരു സൈബർ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ഇൻ മസ്കറ്റ്, അവർ ഇന്നത്തെ ഒമാനിലെ ഒരു ലീഡിങ് സൈബർ സെക്യൂരിറ്റി ഓർഗനൈസേഷനാണ്. അവർക്ക് ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ബിസിനസ്സിൽ അവർക്ക് കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പൊസിഷനിങ് ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ കൊടുത്ത ഒരു ഡയറക്ഷണൽ ഡ്രിഫ്റ്റാണ് സൈബർ സെക്യൂരിറ്റി ഒരു ഡിജിറ്റൽ വാക്സിനായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളത്. കാരണം ബിസിനസ്സിന് എന്തുകൊണ്ട് നമുക്ക് വാക്സിനേറ്റ് ചെയ്തുകൂടാ? ആ ഒരു കോൺസെപ്റ്റിൽ അതിനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇന്ന് മസ്കറ്റിലെ ഒരുവിധം ഒമാനിലെ ഒരുവിധം എല്ലാ ലീഡിങ് ബാങ്കുകളും പെട്രോളിയം ഓർഗനൈസേഷൻസും ഇന്ന് അവരുടെ പ്ലാറ്റ്ഫോമിലാണ്. അതിൻ്റെ CEO ആയിട്ട് ഞാനൊരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു എൻ്റർപ്രണർ ആവുക എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ മുകളിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഓർഗനൈസേഷനാണ് ബ്ലൂസി. അപ്പം ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് 28 വർഷത്തെ ഒരു ജേണിയുടെ ഒരു ക്വിക്ക് നറേറ്റീവ്. ഓക്കെ സാർ, താങ്ക് യു. എന്താ പറയുക, ഒരു ഫ്രഷറായിട്ടുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള മറുപടി കിട്ടി. പിന്നെ ERP എത്രത്തോളം ഫ്യൂച്ചറിൽ ജോബ് റോൾസ് കൊണ്ടുവരും എന്നുള്ളതും, അതിൽ തന്നെ ഓഡോൻ്റെ എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്താ എന്നൊക്കെ ഭയങ്കര നമുക്ക് നോർമലി ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും മനസ്സിലാവുന്ന തരത്തിൽ സാറ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു സർ. പ്ലേഷർ.